ടേക്ക് ഓഫിന് ശേഷം മിനിറ്റുകൾക്കുള്ളിലാണ് ഈ വിമാനം തകരുന്നത്. ടേക്ക് ഓഫിന് മുൻപ് ബ്രിട്ടീഷ് പൗരന്മാർ ചിത്രീകരിച്ച അവരുടെ വീഡിയോ ആണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. In the airport, just boarding. Goodbye, India. Goodbye. Thank you. 10-hour flight back to England. What's your biggest takeaway, Jamie? We've done this already. On a different thing. Oh, right. What's my biggest takeaway? I don't know. Yeah, fascinating. Great. Thanks for your contribution. Okay. Yeah, my biggest takeaway is don't lose your patience with your partner. Yeah. You're already starting to. You've already snapped at me while we're having chai at the airport. You can see you've learnt nothing. Going back happily calm. We are in the airport, just boarding. Goodbye, India. Goodbye. Thank you. 10-hour flight back to England. What's your biggest takeaway, Jamie? We've done this already. On a different thing. Oh, right. What's my biggest takeaway? I don't know. Yeah, fascinating. Great. Thanks for your contribution. Okay. Yeah, my biggest takeaway is don't lose your patience with your partner. Yeah. You're already starting to. You've already snapped at me while we're having chai at the airport. You can see you've learnt nothing. Going back happily calm. നമ്മൾ ഇപ്പോൾ കണ്ടത് ഈ AI-171 വിമാനത്തിൽ യാത്രക്കാരായിരുന്ന ബ്രിട്ടീഷ് പൗരന്മാരുടെ വീഡിയോ ആണ്. അവർ യാത്രയ്ക്ക് ടേക്ക് ഓഫിന് മുൻപ് അത് വിമാനത്താവളത്തിൽ വെച്ച് ചിത്രീകരിച്ച വീഡിയോ ആണ്. വളരെ സന്തോഷവാന്മാരായാണ് അവർ അതിൽ നമുക്ക് കാണുന്നത്. യാത്രയുടെ കാര്യങ്ങൾ അവർ വിശദീകരിക്കുന്നുണ്ട്. ഇങ്ങനെ പല സ്വപ്നങ്ങളുമായി ജീവിതത്തിൻ്റെ പല ആഗ്രഹങ്ങളും ഒക്കെ ബാക്കി വെച്ച വിമാനത്തിൽ യാത്ര ചെയ്ത 242 പേരാണ്. അവരെക്കുറിച്ചുള്ള അതിൽ എത്ര പേർ ഇനി ജീവനോടെ ഉണ്ട് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഇനിയും വ്യക്തത വന്നിട്ടില്ല. വലിയ ഒരു ദുരന്തത്തിന് രാജ്യം സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അഹമ്മദാബാദ് എയർപോർട്ടിൽ ഉച്ചയ്ക്ക് 1:39 ടേക്ക് ഓഫ് ചെയ്ത വിമാനമാണ് മിനിറ്റുകൾക്കുള്ളിൽ തകർന്നു വീണത്. ടേക്ക് ഓഫിന് ശേഷം വിമാനം പോയിക്കൊണ്ടിരുന്ന ദിശയിൽ അല്പം താഴ്ന്നു പറക്കുന്നു. അതിനുശേഷം നിലംപതിക്കുന്നു. പെട്ടെന്നൊരു തീഗോളമായി വിമാനം മാറുന്നു. അതാണ് നമ്മൾ കണ്ടത്. ATCയിലേക്ക് പൈലറ്റ് ബന്ധപ്പെട്ടിരുന്നു. അതിനുശേഷം 1 മിനിറ്റിനുള്ളിൽ തന്നെ വിമാനം തകരുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. പക്ഷി വന്നിടിച്ചതാണ് അപകടത്തിലേക്ക് നയിച്ചത് എന്ന വിവരം ഇപ്പോൾ പ്രാഥമികമായി പുറത്തു വരുന്നുണ്ട്. കൂടുതൽ അന്വേഷണങ്ങൾക്ക് ശേഷം മാത്രമായിരിക്കും അപകടത്തിലേക്ക് നയിച്ചതിൻ്റെ യഥാർത്ഥ കാരണങ്ങൾ എന്താണ് എന്നത് സ്ഥിരീകരിക്കാനാകൂ. ആദ്യം യന്ത്രത്തകരാർ എന്ന വാർത്തകളുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ അത് നിഷേധിക്കുന്നു. വിമാനത്തിൽ പക്ഷികൾ വന്നിടിച്ചതാണ് അപകടത്തിലേക്ക് നയിച്ചത് എന്നതാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. എന്തായാലും അഹമ്മദാബാദിലെ തന്നെ ഒരു രണ്ടാമത്തെ വലിയ ദുരന്തമാണ് ഈ സംഭവിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാം. അഹമ്മദാബാദ് വിമാനത്താവളത്തിൽ 2ാം തവണയാണ് ഇങ്ങനെയൊരു അപകടം സംഭവിക്കുന്നത്. 37 വർഷങ്ങൾക്ക് മുൻപ് അഹമ്മദാബാദിൽ മറ്റൊരു വിമാന ദുരന്തവും സംഭവിച്ചിരുന്നു. മുംബൈയിൽ നിന്ന് അഹമ്മദാബാദിലേക്ക് പോയ ഇന്ത്യൻ എയർലൈൻസിൻ്റെ വിമാനമാണ് അന്ന് അപകടത്തിൽപ്പെട്ടത്. അന്ന് ഏതാണ്ട് 164 പേർ കൊല്ലപ്പെടുന്ന സാഹചര്യവും ആ ദുരന്തത്തിലുണ്ടായിരുന്നു. ഇപ്പോൾ ഇതിനോടകം വരുന്ന വിവരങ്ങളനുസരിച്ച് 170 പേരുടെ മരണം സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. അങ്ങനെയാണെങ്കിൽ അന്നുണ്ടായതിനേക്കാൾ വലിയ ആഘാതം ഉണ്ടാക്കിയിട്ടുള്ള ഒരു അപകടമായി അഹമ്മദാബാദിലെ ഈ അപകടം മാറുന്നു. വലിയ ദുരന്തം രാജ്യം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ആ ദുരന്തത്തിൻ്റെ നടുക്കം വിട്ട് മാറിയിട്ടില്ല. അത്രമാത്രം വലിയൊരു ദുരന്തമാണ് 1:39 ഇന്ന് ടേക്ക് ഓഫിന് ശേഷം സംഭവിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വരുന്ന വിവരമനുസരിച്ച് ആ വിമാനാപകടത്തിൽ മരിച്ചവരിൽ ഒരു മലയാളി കൂടി ഉൾപ്പെട്ടിട്ടുണ്ട്. അത് രഞ്ജിത എന്ന നഴ്സാണ്, പത്തനംതിട്ട സ്വദേശിയാണ്. ഇപ്പോൾ അവിടെ നിന്നും വിവരങ്ങളുമായി ശശിനാരായണൻ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ശശിനാരായണൻ, വലിയ ദുരന്തമാണ് സംഭവിച്ചിരിക്കുന്നത്. ഒരു മലയാളി കൂടി ഉൾപ്പെട്ടിട്ടുണ്ട് ആ ദുരന്തത്തിൽ എന്ന ദുഃഖകരമായ വിവരം കൂടി വരികയാണ്. രഞ്ജിത പത്തനംതിട്ട സ്വദേശിയാണ്. മറ്റ് വിവരങ്ങൾ എന്തൊക്കെ നമുക്ക് ലഭ്യമായിട്ടുണ്ട്?